ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ മുടിയുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് നല്ലൊരു താളിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഫുൾ വീഡിയോ ഇരുന്ന് കണ്ടിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കി നോക്കുക. വീട്ടിലുള്ള കുറേ സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ താളി തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ചെമ്പരത്തി മരം. അപ്പോൾ നമ്മൾ ചെമ്പരത്തി മരത്തിൽ നിന്ന് കുറച്ച് ചെമ്പരത്തിയും പൂവും മൊട്ടും എല്ലാം കൂടിയിട്ട് പറിച്ചെടുക്കാം കുറച്ച്. അപ്പോൾ എനിക്ക് ആവശ്യത്തിന് വേണ്ട ചെമ്പരത്തി മൊട്ടും ഇലയൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ എടുക്കുക. അപ്പോൾ നമുക്ക് അടുത്തത് ആവശ്യമുള്ളത് കറ്റാർവാഴയാണ്. ഇതാണ് ഞങ്ങളുടെ കറ്റാർവാഴ ഫ്രണ്ട്സ്. ഇത് കുറേ ഉണ്ടായിരുന്നു. ഇതൊന്നാണ് ഞാൻ പറിക്കാറ്, പക്ഷെ ഇതെങ്ങനെയോ കേട് വന്നു പോയി. ഇപ്പോൾ ഇതാകെ ഇതേ ഉള്ളൂ. അപ്പോൾ പതുക്കെ നമുക്ക് ഇതിൽ നിന്ന് ഒരു തണ്ട് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ ഒരെണ്ണം മുറിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. കുറേ ചെമ്പരത്തി ഇലയും മുട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചധികം എടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ കുത്തി വെക്കണം. എന്തിനാണ് ഇതിങ്ങനെ കുത്തി വെക്കുമ്പോൾ അതിലൊരു സൈഡിലൊരു മഞ്ഞക്കറ വരും. അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ അത് മഞ്ഞക്കറ കളയാൻ വേണ്ടി പറയും. അപ്പോൾ നമുക്കത് കളഞ്ഞിട്ട് ചെയ്യാം. നമുക്ക് കുറച്ച് തുളസിയും കൂടി അതിൽ ആഡ് ചെയ്യാം. കുറച്ചൊരു പിടി തുളസി. ഞാൻ പറഞ്ഞു നിങ്ങൾ എടുക്കുന്നതിൻ്റെ അളവിനനുസരിച്ച് വേണം എടുക്കാൻ. അപ്പോൾ കുറച്ച് തുളസി ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് നേരത്തെ നമ്മളത് ഇങ്ങനെ കുത്തനെ വെച്ചില്ലേ കറ്റാർവാഴ, അത് മുള്ളൊക്കെ കളഞ്ഞിട്ട് നമുക്കിതിൽ ഇങ്ങനെ ചെറുതാക്കിയിട്ട് നുറുക്കിയിടാം. അപ്പോൾ അത് കുറച്ച് നേരം അങ്ങനെ വെക്കണുണ്ട്. ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ഇതിൽ നുറുക്കിയിടുന്നത്. അപ്പോൾ അതിൻ്റെ കറയൊക്കെ പോയിട്ട് വേണം നമ്മളിതിൽ നുറുക്കിയിടാൻ. പിന്നെ നമ്മളൊരു ചെറിയ ഉള്ളിയുടെ ഒരു പകുതി മതി അത് നുറുക്കിയിടാം ചെറുതായിട്ട്. അപ്പോൾ വലിയ ഉള്ളി തന്നെ വേണമെന്നില്ല. വലിയ ഉള്ളി ഇല്ലെങ്കിൽ നമുക്ക് ചെറിയ ഉള്ളി 2-3 ഇട്ടാലും കുഴപ്പമില്ല. അപ്പോൾ അത് നുറുക്കിയിട്ടിട്ടുണ്ട്. ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യണം. അത് ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടില്ല, കാരണം ഇവിടെ തീർന്നു, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ആഡ് ചെയ്യുക. എന്നിട്ട് ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സിയിൽ നന്നായിട്ട് അരയ്ക്കുക, ഒരു പേസ്റ്റ് രൂപത്തിലാക്കുക. ഞാൻ വീഡിയോയിൽ കാണിച്ച പോലെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഇതിൽ അധികവും വെള്ളം ഉണ്ടായിരിക്കും, കാരണം കുറേ വെള്ളമായി കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് തലേന്ന് ഒഴുകി പോകും. അപ്പോൾ കുറച്ച് കട്ടിയിലിരുന്നോട്ടെ. അപ്പോൾ നന്നായിട്ട് മിക്സിയിലൊന്ന് അരച്ചിട്ട് നമ്മുടെ പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ താളി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ തിക്കായിട്ടിരിക്കുന്ന നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചുകൊണ്ടാണ്. അപ്പോൾ കുറച്ചും കൂടെ ലൂസ് വേണമെങ്കിൽ നമുക്ക് അരയ്ക്കുമ്പോൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് തലയോട്ടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് തല വാഷ് ചെയ്യാം. അപ്പോൾ ഇത് ആഴ്ചയിൽ 1-2 പ്രാവശ്യമൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക് യു.